പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ചോറിലേക്ക് പറ്റിയ ഒരു അടിപൊളി ചെമ്മീൻ കൂട്ടാൻ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ തൃശ്ശൂരുകാരിന് സിമ്പിളാണ്, വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ 250 ഗ്രാം ചെമ്മീനാണ് എടുത്തോണം കേട്ടോ. നല്ല അത്യാവശ്യം വലിപ്പുള്ള ചെമ്മീനാണ്. ഈ ചെമ്മീൻ്റെ കേട്ടോ ഇതിൻ്റെ ഈ തോട് കളഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഉള്ളിയോടെ ഒരു ഞാരുണ്ടാവും, കണ്ടുണ്ടാവും. ആ ഞാര് നമ്മൾ ഈ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെ ഇതിങ്ങനെയുണ്ട് വലിച്ചെടുത്ത് കളയണം. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെളി എന്തൊക്കെയാണ് അത് ചില കുട്ടികൾക്ക് ചിലപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് അത് മൈൻഡ് ചെയ്യില്ല. സാധനം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ്റ് വേദന എടുക്കും. അപ്പോൾ അത് പാടില്ല. അപ്പോൾ അത് നമ്മൾ കളയണം കേട്ടോ. നമ്മൾ ഒരു മീൻ ചട്ടി എടുത്തിട്ട് അടപ്പത്ത് വെച്ചു. തീ കത്തിയില്ല കേട്ടോ. തീ കത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളിയില്ലേ, കുഞ്ഞുള്ളി, അത് ചതച്ചത്, അത് ഇത്തിരി ഞാനൊരു 6 എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചതച്ചത് ഇരിക്കില്ല. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് അരിഞ്ഞത് കേട്ടോ. പിന്നെ ഒരു കതിരേനേക്കാളും കൂടുതൽ വേപ്പില. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ നമ്മൾ കുടംപൊടിയില്ലേ, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. അതൊരു 3-4 ചീന്തുണ്ട്. അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാണ് അത് ഇരിക്കി ഇടുന്നത്. പിന്നെ നമ്മൾ ഒരു നാളികേരത്തിൻ്റെ 2-ാം പാല്, 1-ാം പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. 1-ാം പാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയിൽ വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ പിഴിഞ്ഞെടുത്തണം 1-ാം പാല്. അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ 2-ാം പാല് ഇതിലേക്ക് ഒഴിക്കുക. 3-ാം പാല് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ എല്ലാം കിട്ടും നമുക്ക് കേട്ടോ. ഇനി നമ്മളിതെല്ലാം കൂടി ഇളക്കിയിട്ട് തീ കത്തിക്കണം. നമ്മുടെ കൂട്ടാൻ തിള വന്ന് തുടങ്ങിയിട്ട് ചെറുതായിട്ട് നന്നായി തിളച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ്റെ ഇതിലേക്ക് ഇടാട്ടാ. ഇനി നന്നായി തീ കത്തിക്കുക. മീനിട്ടിട്ട് തിളച്ച് തുടങ്ങിയിട്ടാ. നന്നായി തിളക്കട്ടെ. നന്നായി തിളച്ച് ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് സിമ്മിലിട്ടിട്ട് പതുക്കേക്കാം. ചെമ്മീൻ വേവാനായിട്ട് അധികം സമയം വേണ്ട കേട്ടോ. കാക്കയുടെ ഭയങ്കര ശല്യം. നേരത്തെ ഒരു കുയിലുണ്ടായിരുന്നു, ആ കുയിലിനെ കാക്കകൾ ഓടിപ്പിച്ചു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ പേർക്ക്, ഭൂരിഭാഗം പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ശബ്ദമാണ് ഈ കുയിലിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മൾ കൂ കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആക്കും. അങ്ങനെ ആക്കി അതിനെ നാണം കെടുത്തും നമ്മൾ. ഇപ്പോൾ ഇവിടെ ഒരു കുയിലല്ലാട്ടാ, കുയിലങ്ങോട്ട് ഇവിടെ നിന്നിട്ട് കൂവുമ്പോഴേ ഒരാൾ അപ്പുറത്ത് നിന്നിട്ടും ഒരാൾ വേറെ സ്ഥലത്ത് നിന്നിട്ട് കുയിലിൻ്റെ ശബ്ദത്തിൽ അങ്ങോട്ട് കൂവുക. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുയിൽ നട്ടം തിരിയും ശരിക്കും. അവസാനം ആള് സ്ഥലം വിടും. നമ്മളെ തോൽപ്പിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ഇതിൽ ഈ കിളികളെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നമ്മുടെ ഇവിടെ ഒരു ചേക്കനുണ്ടായിരുന്നു, ആദ്യം ശബ്ദം ഒരുത്തരുണ്ടായിരുന്നു. അവനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴികളെ പിന്നെ ഈ പക്ഷികളൊക്കെ നിരീക്ഷിക്കലായിരുന്നു പടി. കോഴികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴല്ലട്ടാ, ഒരു 80 കാലഘട്ടങ്ങളിൽ അവന് ഒരു 5-6 വയസ്സുന്ന ടൈമിൽ ഭയങ്കര നിരീക്ഷണമായിരുന്നു. കോഴിയും കടകളായിട്ട് കിടന്ന് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ കോഴിച്ചാത്തന്മാരെ കിടന്ന് നടക്കണമെങ്കിൽ ആ കോഴി ആരെ വീട്ടിലത്തെയാണെന്നും ആ കോഴിപ്പിടിക്ക് എന്തോരം പ്രായമുണ്ട്, അത് എന്തോരം മുട്ടയിട്ടു, ഇനി എത്ര മുട്ടയിടും, അത് എന്ന് പോരുന്നിരിക്കും, ഒക്കെ എല്ലാ കാര്യങ്ങളും ഇവനറിയാം. അതുപോലെ തന്നെ കിളികളൊക്കെ ഇങ്ങനെ നോക്കി നടക്കും. അപ്പോൾ ഒരു ദിവസം ഇവൻ ഇങ്ങനെ പുറത്ത് കിടന്ന് ഇങ്ങനെ നിരീക്ഷണം നടത്തുമ്പോൾ ഒരു കുയിലിൻ്റെ ശബ്ദം കൂന്ന് കേട്ടു. അപ്പോൾ ഇവൻ തിരിച്ച് കുയിലിന് റിട്ടൺ തിരിച്ച് കൂ എന്ന് പറഞ്ഞു കുവി. അപ്പോൾ കുയിൽ തിരിച്ച് അങ്ങനെ ഇവൻ ഈ കുയിൽ നിൽക്കണ വശത്തേക്ക് ഇങ്ങനെ നടന്നങ്ങോട്ട് പോയി. ഇങ്ങനെ ഈ കുബി അങ്ങോട്ട് പോയി. അപ്പോൾ ഈ അന്ന് കക്കൂസുകളൊക്കെ പുറത്താണായിരുന്നു. ഇവ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലല്ല നടന്ന. ഇവൻ ഈ ശബ്ദം കേൾക്കണത്, പിന്നെ ശബ്ദം കേൾക്കണത് ഈ കക്കൂസേരെ ഉള്ളിൽ നിന്നാണ് ശബ്ദം കേൾക്കണത്. ഇവനങ്ങോട്ട് പോയി ഈ കക്കൂസേരെ പുറത്തുനിന്നിട്ട് കൂ കൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും റിട്ടേൺ ശബ്ദം കേട്ടു. സംഗതി ഒന്നുമല്ല, നമ്മുടെ ചരിത്രം ഞങ്ങളിലൂടെ നിങ്ങൾ ദിനേശിനെ ഓർമ്മയുണ്ടാവും. ദിനേശ് ഇതിൻ്റെ ഉള്ളിലിരിക്കണ്ടായിരുന്നു. ദിനേശ് ഇവനാണെന്നറിയാണ്ട്
ദിനേശ് ഒറിജിനൽ കുയിലാണെന്ന് വിചാരിച്ചിട്ട് ഈ ദിനേശ് ഈ കക്കൂസാരുള്ളിൽ നിന്ന് ഈ കുയിലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ റിട്ടേൺ എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ 2 പേരും ഈ ബാലൻ ഈ പുറത്തും ഇവൻ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പരസ്പരം ഈ കൂവലോട് കൂവല്. ഈ ബാലൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ കുട്ടിയല്ല, ഇവൻ്റെ ധാരണ ഈ കുയിൽ ഈ കക്കൂസരുടെ ഉള്ളിൽ പെട്ടു. അപ്പം അതിന് പിടിക്കുക എന്നുള്ള ലെവലിൽ ഈ വാതിൽ പതുക്കെ ഇങ്ങനെ തുറക്കാനുള്ള പരിപാടിയിലാണ് ഇവൻ നിൽക്കുന്നത്. അതിൻ്റെ പിന്നെ 2 പേരും ചുട്ട കൂട് കൂവല്. പിന്നെ അപ്പോൾ ദിനേശിന് മനസ്സിലായി ഇത് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായിട്ട് സംശയം തുറന്നു ഇപ്പോൾ ഇവനാ അങ്ങനെ സംഗതി. അപ്പോൾ നമ്മൾ പലതും നിരീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒന്നുമില്ലേ, കുയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ നിന്ന് ശബ്ദങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നല്ലോ കേട്ടോ. നമ്മുടെ മീൻ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചാറൊക്കെ കുറുകിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇരിക്കും നാളികേരത്തിൻ്റെ 1-ാം പാലില്ലേ, അത് നല്ല കട്ടിപ്പാലാണ്, അത് നമുക്ക് ഇരിക്കേണ്ട ഒഴിക്കാം. ഇനി നമുക്ക് തിളയ്ക്കൊന്നും വേണ്ട, തിളയ്ക്കുന്നതിന് മുമ്പ് തീ ഓഫ് ചെയ്യാം. തിള വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തു, നമുക്കിത് കാച്ചാട്ടാ. നമ്മളൊരു ചീഞ്ചിരി അടപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് അരിഞ്ഞ ഉള്ളി, ചുവന്നുള്ളി ചെറുത് അതിടുന്നു കേട്ടോ. ഈ ഉള്ളി ഇടുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ കടുക് വേണമെങ്കിൽ പൊട്ടിക്കാട്ടെ കുറച്ച്. അത് തൃശ്ശൂകാർ ഇവിടെ ചെയ്യാറില്ല. ഇത് തൃശ്ശൂകാർ ഏറ്റവും എളുപ്പമുള്ള ഒരു കൂട്ടാപ്പാട്ടാ. ഉള്ളി മൂത്തുടങ്ങി കറിവേപ്പിലിടുന്നു കേട്ടാ. നമുക്ക് അരിക്ക് ഒഴിക്കാം. കൂട്ടാൻ കാച്ചണം. ഇതിൻ്റെ ചാറ് നല്ല കട്ടിൻ്റെ കേട്ടോ. ചിലവർ ഈ കൂട്ടാൻ്റെ മുകളിൽ ഉലുവ പൊടിച്ച് ചെറുതായിട്ട് വെതറും കേട്ടോ. എന്നിട്ട് മൂടി വയ്ക്കും. നമ്മളങ്ങനെ ചെയ്യില്ല. നമ്മൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാനാണിത് അനുയോജ്യമായിട്ട്. ഇത് വെറുതെ മാത്രമായിട്ട് ഇതിനെ ടേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ചോറ് എടുത്തു. അത് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയ കാരണേ സരിദ്യം ചെക്കും ഓരോ റൂമുകൾ ഓരോ സ്ഥലങ്ങൾ കണ്ട് വെടുപ്പാകണ പരിപാടിയില്ല. കാരണം അപ്പോൾ അവർ വിളിക്കില്ല, അവർ പൂപ്പറകളായിട്ട് ഇരിക്കുക. അപ്പം ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അതായത് ഈ മീൻകറി മാത്രമായിട്ട് കഴിക്കാൻ ശരിയല്ല, ചോറാണ് ഇതിന് കോമ്പിനേഷൻ. ചോറ് കൂട്ടിയിടിക്കാൻ അടിപൊളി. ചെമ്മീൻ നല്ല രസമാണ്, മതിയാവില്ല കേട്ടോ. വേറെ ഒന്നും വേണ്ട, ഈ മീൻ കൂട്ടാനും ഈ ചോറും മാത്രം മതി. നല്ലൊരു ഫുഡാണ്, കോമ്പിനേഷനാണ്. അപ്പം ഞാൻ ബാക്കി ചോറിനാൻ പോവാണ്. ഇനി കുറേ വർത്തമാനങ്ങളൊന്നും ഇല്ല. നിങ്ങൾ ഈ കൂട്ടാൻ വെച്ച് നോക്കുക, ഇഷ്ടപ്പെടും. നല്ല കൂട്ടാനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കാച്ചി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വേണമെങ്കിൽ ഉലുവേര പൊടിയുണ്ട്, അത് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് വെതറി കൊടുക്കാം. പല പല രീതിയിൽ ഇതിൽ നിന്ന് നമുക്ക് പല പല രീതിയിൽ കണ്ടെത്താൻ പറ്റും ഈ സിമ്പിൾ വെപ്പിൽ നിന്ന്. ഇതിപ്പോൾ ആർക്കും വയ്ക്കാം. ഈ തീരെ കൂട്ടാൻ വയ്ക്കാൻ അറിയാത്തവർക്ക് പോലും ഈ കൂട്ടാൻ വയ്ക്കാൻ പോകും. എല്ലാം കൂടി ഒറ്റയിടലിടാ. ഇത്രയുള്ള നിസ്സാരമായിട്ടുള്ള പണിയിലുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി, നമസ്കാരം കേട്ടോ.